100 വയസ്സ് തികയാൻ 2 വർഷത്തിൻ്റെ മാത്രം കുറവ് ഉള്ളപ്പോൾ ഒരാൾ മരിച്ചാൽ ഒരു പൂർണ്ണ ജീവിതം നയിച്ചിട്ടാണ് ആ വ്യക്തി നമ്മളെ വിട്ടുപോയത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ അനുശോചന പ്രമേയത്തിൽ പരാമർശിച്ചതുപോലെയും അധ്യക്ഷൻ മന്ത്രി ശ്രീ രാജീവ് ഇപ്പോൾ പറഞ്ഞതുപോലെയും വല്ലാത്തൊരു ശൂന്യത നമ്മുടെ എല്ലാം മനസ്സിൽ, ഈ നാടിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് ഒരു പൂർണ്ണ ജീവിതം നയിച്ചിട്ടാണെങ്കിലും സാനുമാഷ് നമ്മെ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം അഗ്നിനാളങ്ങൾ ഇപ്പോഴും ഭക്ഷിച്ച് തീർന്നിട്ടുണ്ടാവില്ല. പക്ഷേ ചിതയിലും ചൂടും വെളിച്ചവും ഈ സമൂഹത്തിൽ പ്രസരിപ്പിച്ചുകൊണ്ടാണ് സാനു മാസ്റ്റർ വിടവാങ്ങുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സാനു മാസ്റ്ററുടെ പ്രസംഗം പലതവണ കേട്ടിട്ടുള്ളവരാവും ഇവിടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്നുണ്ടാവുക. ഞാൻ എൻ്റെ ഓർമ്മ ചികഞ്ഞു നോക്കുകയായിരുന്നു. എണ്ണമറ്റ വേദികളിൽ സാനു മാഷിൻ്റെ ശ്രോതാവായിട്ടിരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. വേദിയിൽ പ്രസംഗിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ജൂൺ മാസം 14-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 മാസം തികഞ്ഞിട്ടില്ല. കഴിഞ്ഞ ജൂൺ മാസം എറണാകുളത്ത് എല്ലാവരും വായിക്കേണ്ട ഇംഗ്ലീഷിൽ വന്ന ഒരു പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ, അതിൻ്റെ പ്രകാശന ചടങ്ങിലാണ് സാനുമാഷുമായി ഏറ്റവും ഒടുവിൽ ഒത്തുകൂടാൻ ഇടവന്നത്. ലൈഫ് ഓഫ് എ മുസ്ലിം ഇൻ ഹിന്ദു ഇന്ത്യ, എ ക്രിട്ടിക്കൽ വ്യൂ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പുസ്തകത്തിൻ്റെ ശീർഷകം. ചന്ദ്രൻപിള്ളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പുസ്തക പ്രകാശനവും അതിനെ മുൻനിർത്തിയിട്ടുള്ള സംവാദവുമായിരുന്നു. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ, ദ ഹിന്ദുവിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുള്ള സിദ്ധാർത്ഥ വരദരാജൻ, അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അതിനു മുമ്പ് എറണാകുളം മറൈൻ ഡ്രൈവിൽ ഇവിടെ ഇപ്പോൾ ഉള്ളതിൻ്റെ പല മടങ്ങ് ആളുകൾ ഒത്തുകൂടിയ ഒരു സദസ്സ്, പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു. അവിടെ മാഷ് വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന പലരും കൂടെ ഉണ്ട്. അപ്പം മാഷ് ആദ്യം സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മാഷക്ക് വളരെ വ്യക്തമായ ചില നിലപാടുകളും ചില വാശിയുമുണ്ട്. അപ്പോൾ പറഞ്ഞു, അതില്ല, നിങ്ങൾ ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ല, ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു 1/4 മണിക്കൂർ നേരം ചിലപ്പോൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് അവതരിപ്പിക്കാൻ പ്രസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരം മാഷ് കാത്തിരിക്കേണ്ട, മാഷ് ആദ്യം സംസാരിക്കും. അല്ല, 3/4 മണിക്കൂറോ അതിലധികമോ ആണെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ടേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് തറപ്പിച്ചങ്ങ് പറയുക. അപ്പോൾ പിന്നെ ഗതികെട്ടിട്ട് സംസാരിക്കേണ്ടി വരും. പക്ഷെ അതല്ല, 1 വർഷത്തിനുള്ളിലാണിത്. 97 വയസ്സുള്ളപ്പോഴാണ്. അവിടെ നടന്ന ഓരോ പ്രസംഗവും അദ്ദേഹം അവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വളരെ ഹൃദയസ്പർശിയും വികാരഭരിതവും
ചിന്തോദ്ദീപകവുമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അതിനു മുമ്പ് സംസാരിച്ച അദ്ദേഹത്തെക്കാൾ എത്രയോ താഴെ ഉള്ളവർ ആയ ഞങ്ങളുടെ എല്ലാം പ്രസംഗത്തിൽ പരാമർശിച്ച കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയാണ് സ്വന്തം വാദഗതികൾ അദ്ദേഹം വികസിപ്പിച്ച് എടുക്കുന്നത്. ഇന്ന് ഇവിടെ സാനുമാഷയുടെ മൃതദേഹത്തിൻ്റെ അരികിൽ ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ ഇവിടെ വന്ന ഒരുപാട് ആളുകൾ, പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നവർ, പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ, അതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പ്രസാദ്, ഞങ്ങളെല്ലാം പരസ്പരം സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യം മാഷുടെ ഓർമ്മശക്തിയാണ്. ഈ പ്രായത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കാണുമ്പോൾ പറയുന്നത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹം സാനുമാഷ ഇടയ്ക്ക് കാണാറുണ്ട്, എത്രയോ പേര് സാനുമാഷയെ ആദരപൂർവ്വം പോയി കാണുന്നു. അപ്പോൾ സാനുമാഷ് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഈ ഡോക്ടറുടെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് ജൂലിക്ക് എങ്ങനെയുണ്ട്, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കും. ഡോക്ടർ അമ്പരക്കാണ്, ഇത് എൻ്റെ ഭാര്യയുടെ പേര് എന്തിനാണ് മാഷ് വസ്തു വെക്കുന്നത്? ഇതിന് താരതമ്യപ്പെടുത്താവുന്ന ഓർമ്മശക്തിയുള്ള ഒരാളായിട്ട് എനിക്കറിയാവുന്നത്, അനുഭവപ്പെട്ടിട്ടുള്ളത് EMS ആണ്. അത് ഉദാഹരണമൊന്നും ഞാൻ പറയുന്നില്ല, വളരെ അവിശ്വസനീയമായ ഉദാഹരണം എൻ്റെ അടുത്തുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേർ അനുശോചനം രേഖപ്പെടുത്താനുള്ള, ആദര ഭാഷണം നടത്താനുള്ള ഇതേപോലുള്ളൊരു വേദിയിൽ പറയുന്നത് ഉചിതമല്ല എന്നെനിക്കറിയാം. എൻ്റെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ, അനുഭവങ്ങൾ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പ്രഭാഷകനായിരിക്കുമ്പോൾ തന്നെ തെരുവ് പ്രഭാഷകനുമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തെരുവിൽ പോയെന്ന്. അല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥിയെങ്കിലും തെരുവ് പ്രഭാഷണവും നടത്തേണ്ടി വരും. പണ്ഡിറ്റ് നെഹ്റുവിനും തെരുവ് പ്രഭാഷണം നടത്തേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇതല്ല. 2006-2011 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 7ാം ക്ലാസ്സിലെ ഒരു സാമൂഹ്യ പാഠപുസ്തകത്തിലെ ഒരു പാഠത്തെക്കുറിച്ചൊരു വിവാദമുണ്ടായി, മതവും ജീവനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അത് സംബന്ധിച്ച് ആ പാഠത്തിൻ്റെ തെരുവ് വായനകൾ സംഘടിപ്പിക്കപ്പെട്ടു. എറണാകുളത്ത് ആ ഹൈക്കോടതി റോഡിനടുത്ത് ഒരു സ്ഥലത്ത് സാനുമാഷ് റോഡ് സൈഡിലാണ്. അന്ന് ആ വകുപ്പിൻ്റെ ചുമതല വഹിച്ച ആളെന്നുള്ളത് ഞാൻ വന്നപ്പോൾ സാനുമാഷ് അവിടെയുണ്ട്. ഈ പാഠത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ ജീവിതം സമൂഹത്തിന് വേണ്ടി പൂർണ്ണാർത്ഥത്തിൽ സമർപ്പിച്ചൊരു ജീവിതമായിരുന്നു. അധ്യാപകനായിരുന്നപ്പോൾ ഏറ്റവും മികച്ച അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിലെ ഗുരു, അദ്ദേഹം പഠിപ്പിച്ച ശിഷ്യന്മാർ, ഇവരുടെ ബന്ധമാണ് നമ്മുടെ ഓർമ്മയിൽ വരിക. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഒരു പത്രം തൻ്റെ ഒരു കൃതിക്ക് OV വിജയൻ കൊടുത്ത നാമധേയം സാനുമാഷ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, ഗുരുസാഗരം. അർത്ഥഗംഭീരമായ ഒരു പ്രയോഗം തന്നെയാണ്. OV വിജയൻ ആണ് അതിൻ്റെ കോപ്പി റൈറ്റ്. പക്ഷെ അവിടെ നിന്ന് ആലോചിക്കുമ്പോൾ സാനുമാഷയുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 2 വ്യക്തികൾ, ഒരുപാട് വ്യക്തികളുണ്ട്, 2 വ്യക്തികൾ, ഒരു ഗുരുവും ആ ഗുരുവിൻ്റെ ശിഷ്യനുമാണ്. ഗുരു ശ്രീനാരായണ ഗുരു, ആ ഗുരുവിൻ്റെ ശിഷ്യൻ കുമാരനാശാൻ. ഗുരുവിനെക്കുറിച്ച് സാനുമാഷ് എഴുതിയതുപോലുള്ള അഗാധമായ ഒരു അപഗ്രഥനം മറ്റാരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കുമാരനാശാൻ സാനുമാഷയുടെ പ്രഭാഷണങ്ങളിലും ചർച്ചകളിലും രചനകളിലും ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്നു.
കുമാരനാശാൻ്റെ കവിതയുടെയും സംഭാവനകളുടെയും ഗരിമ. നേരിട്ട് സാനു മാഷിനെ പഠിപ്പിച്ചിട്ടില്ലാത്ത എന്നെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് ഏകലവ്യന്യായേന സാനു മാഷ് ഗുരുവാണ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് കാറ്റും വെളിച്ചവും കടത്തിവിട്ട ഗുരുവാണ് സാനു മാഷ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരും കാറ്റും വെളിച്ചവും എന്നാണ്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ പേര് അർത്ഥവത്തായി ഉപയോഗപ്പെടും എന്നെനിക്ക് തോന്നുന്നു. അസ്തമിക്കാത്ത വെളിച്ചം സാനു മാഷിൻ്റെ മറ്റൊരു ഗ്രന്ഥത്തിൻ്റെ ശീർഷകമാണ്. സാനു മാഷും അസ്തമിക്കാത്ത വെളിച്ചമാണ് എന്ന് മാത്രം ഓർത്തുകൊണ്ട് ഭാവി തലമുറകൾക്കും പ്രയോജനപ്പെടുന്ന ചിന്താമണ്ഡലത്തിലെ വിസ്തൃതമായ അപഗ്രഥനങ്ങളും പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളായിട്ടുണ്ട്. ആ രചനകൾ മുഴുവൻ എറണാകുളത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സമാഹരിച്ച് 6 സഞ്ചികകളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് കൈവശപ്പെടുത്തുകയും അത് പ്രചരിപ്പിക്കുകയും അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് സാനു മാഷിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി. അതിന് പുറമേ സാനു മാഷിൻ്റെ ഓർമ്മ നിലനിർത്താൻ നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ സാനു മാഷിക്കുള്ള സ്മാരകം അദ്ദേഹത്തിൻ്റെ രചനകളാണ്, അദ്ദേഹത്തിൻ്റെ കുറ്റമറ്റ ജീവിതമാണ്. 98-ാം വയസ്സിലും മരിക്കുന്നതിന് തൊട്ട് മുമ്പും ചിന്തിക്കാനും എഴുതാനും സാമൂഹ്യമായി ഇടപെടാനും സന്നദ്ധമായ ആ മനസ്സ്, ആ വപുസ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഒരു പാഠപുസ്തകം പോലെ നിൽക്കുകയാണ്. നമുക്കെങ്ങനെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാം, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ കഴിയും എന്നത് നമ്മുടെ മുമ്പിലുള്ള ചോദ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി MK സാനു മാഷിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.